അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഒരുപാട് നാളായി ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട്, ഏകദേശം ഒരു മാസത്തിന് മേലിലായിട്ട് ഞാൻ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഡ്രൈ ആകുമ്പോഴത്തേക്കും ലൂബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് അഴുക്കടിഞ്ഞ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതെല്ലാം കുത്തി ഇളക്കി ക്ലീൻ ആക്കുക എന്നാണ് പരിപാടിയാണ്. ഏകദേശം ഒരു 1-2 മണിക്കൂറത്തെ പരിപാടിയുണ്ട്, നടുവും വെള്ളമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചെയിൻ സ്പ്രോക്കറ്റ്, ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ അവിടെയാണ് കൂടുതൽ അഴുക്കടിഞ്ഞ് വരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം ചുരണ്ടി കളയാം കേട്ടോ. അത് ചുരണ്ടി കളഞ്ഞിട്ട് പതിയെ നമുക്ക് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ അവിടെ മുഴുവൻ വൃത്തിയായിട്ട് ചുരണ്ടി ഇളക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിലിരിക്കുന്ന നമ്മുടെ ആ ഒരു മഡ് ഗാർഡും പിന്നെ നമ്മുടെ ആ ഒരു ചെയിൻ്റെ മേലെ വരുന്ന ആ ഒരു ചെയിൻ്റെ ലൂബും കാര്യങ്ങളൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസുണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ ഊരിയാണ് കേട്ടോ. അപ്പം അത് രണ്ടും ഊരി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് കൈയൊക്കെ കയറ്റി ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലാണ് കേട്ടോ. ഞാനൊരു 50 രൂപയ്ക്ക് ഡീസൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് മണ്ണെണ്ണയായിരുന്നു. ഇപ്പോൾ റേഷൻ കടയിൽ പോലും മണ്ണെണ്ണ കിട്ടാനില്ല. ഡീസലിനേക്കാളും കോസ്റ്റ്ലിയാണ് മണ്ണെണ്ണ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഡീസലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മുഴുവൻ നമുക്ക് ഡീസൽ വെച്ച് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ അവിടെ തന്നെ ആദ്യം തുടങ്ങാം കേട്ടോ. ഇതിൽ ഉള്ളതിൽ ഏറ്റവും നമുക്ക് ക്ലീൻ ആക്കാൻ പാടില്ല ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ അവിടെയാണ് കേട്ടോ. കാരണം ഇടുങ്ങിയ സ്പേസ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രഷ് കയറ്റി ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ തൊട്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബാക്കിലെ വലിയ സ്പോക്കറ്റിൻ്റെ അവിടെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും മെനക്കേടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഇന്നർ സ്പോക്കറ്റ് ക്ലീൻ ചെയ്യാനാണ്. ഇത് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം കുറച്ച് ടൈം എടുക്കുമെങ്കിലും മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വലിയ സ്പ്രോക്കറ്റിന് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ആ വലിയ സ്പ്രോക്കറ്റ് മാത്രമല്ല, നമ്മുടെ ആ ഒരു അലോയും കാര്യങ്ങളിലും ആ ഒരു വെച്ചിരിക്കുന്ന വീൽ പ്ലേറ്റ് കാര്യങ്ങൾ എല്ലാത്തിലും ഒരു ചെയിൻ ലൂബ് അടിച്ചിട്ടുണ്ട്. ലൂബ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗിയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഗിയർ ഓയിലാകുമ്പോഴത്തേക്കും നമുക്ക് ചെയിൻ ലൂബിനേക്കാളും പെട്ടെന്ന് തെറിക്കും. അതായത് ഇങ്ങനെ സ്പില്ലായിക്കൊണ്ടിരിക്കും, തെറിക്കും ഓട്ടത്തിൽ. ചെറുതായിട്ട് മാത്രം, നൈസിന് മാത്രം നിങ്ങൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ ഇവിടെ കൂടെ മഴയത്തും കാര്യങ്ങളും ഓടിയപ്പോൾ പൊടിയും കാര്യങ്ങളും എല്ലാം അടിച്ചാനായിട്ട് അലോയും മൊത്തത്തിൽ അങ്ങനെ ആയിരിപ്പോണ്ട്. അപ്പോൾ അലോയും നമുക്ക് തേച്ചൊരച്ച് കഴുകണം. പിന്നെ ആ ഒരു ഹബ്ബ് ഉണ്ടല്ലോ, വീൽ ഹബ്ബ്, ആ ഒരു ഇത് വരുന്ന ആ ഒരു സ്ഥലത്തെയും ഫുള്ളും ഇതാക്കിയിട്ടുണ്ട്. അലോയുടെ ആ ഒരു സ്പോക്ക്, ആ ഒരു ഇതിൽ എല്ലാത്തിലും നമുക്ക് ആ ചെയിനിൻ്റെ അഴുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൂബിൻ്റെ അഴുക്ക് അടിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അതെല്ലാം നമുക്ക് നല്ല രീതിക്ക് വൃത്തിയായിട്ട് തേച്ചുരച്ച് കഴുകണം കേട്ടോ. അപ്പം ബ്രഷ് വെച്ച് ഡീസൽ മുക്കി ഉരച്ച് കഴുകുക. നമ്മൾ പല്ല് തേക്കുന്ന പോലെ നല്ല രീതിക്ക് തേച്ച് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കെങ്കിലും നിങ്ങളത് ചെയ്ത് കൊടുക്കണം. ഞാൻ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. വീട്ടിൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മണ്ണെണ്ണയും കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് കുറച്ച് അതങ്ങ് വിട്ടുപോയി. ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കേട്ടോ. കാരണം ചെയിൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയുണ്ട് കേട്ടോ. ചെയിൻ ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം എൻ്റെ പഴയ ചെയിൻ സ്പ്രോക്കറ്റ്, അതായത് സ്റ്റോക്ക് ചെയിൻ സ്പ്രോക്കറ്റ്, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 52,000 കിലോമീറ്റർ എന്തോ എനിക്ക് ഫസ്റ്റത്തെ സ്റ്റോക്ക് ചെയിൻ സ്പ്രോക്കറ്റ് എനിക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് ചെയിൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ചെയിൻ ലൈഫ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. റൈഡും സ്മൂത്ത് ആയിരിക്കില്ല. ഗിയർ വീഴാനൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയിനെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇനി നമുക്കത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ലൂബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി അതായത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പുറത്താണ് കേട്ടോ. സൈഡ് സ്റ്റാൻഡ് ഇട്ട് കുത്തിയിട്ട് സൈഡിലൊരു തടിക്കട്ട വെച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് ഉരുട്ടി മാറ്റി വയ്ക്കാൻ ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ പടവൊക്കെ സ്റ്റാൻഡ് വേണം, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് വേണം. സെൻട്രൽ സ്റ്റാൻഡ് സെൻട്രൽ സ്റ്റാൻഡ് നമുക്ക് ഇതിൽ ഈസിയായിട്ട് സൂട്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചെയിൻ നല്ല രീതിക്ക് വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെയിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് 90 ഗ്രേഡ് ഗിയർ ഓയിൽ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ഗിയർ ഓയിൽ വാങ്ങിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മേലെ, ഒന്നൊന്നും അല്ല, ഒരുപാട് നാളായി, 1.5-2 വർഷത്തിന് മേലായിട്ട് ഞാൻ ഈ ഗിയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ രീതിക്ക് തൊട്ട് വെച്ച് കൊടുത്താൽ മതി. 1 ലിറ്റർ 200 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ചെയിൻ ലൂബ് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു സാധനമാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ചെയിൻ ലൂബ് പോലെ അല്ല, ഇത് കുറച്ചുകൂടെ മെയിൻ്റനൻസ് ഉണ്ട്. മെയിൻ്റനൻസ് മീൻസ് ഇത് ക്ലീൻ ചെയ്യാൻ ചെയിൻ ലൂബിനേക്കാളും കുറച്ചുകൂടെ പാടാണ്. കാരണം ഡസ്റ്റ് പെട്ടെന്ന് മറ്റേതിനേക്കാളും അടിയും, ഒന്നാമത്തെ കാര്യം. പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ 2 സാധനവും പോകും. ചെയിൻ ലൂബും പോവും, ഈ ഗിയർ ഓയിലും രണ്ടും നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് ഈസിയായിട്ട് ഡ്രൈ ആയി പോകും.
ചെയിൻ ലൂബ് നമുക്ക് 100-200 എത്ര രൂപയാണ്, ഒരു 200 ml 100 ml എന്തോ. അപ്പോൾ അത് ഭയങ്കര വിലയാണ്. അപ്പോൾ അത് 2-3 അടി അടിക്കുമ്പോൾ തന്നെ അത് തീർന്നു പോകും. 400 കിലോമീറ്ററൊക്കെ കിട്ടുമെന്ന് പറയുമെങ്കിൽ അത്രത്തോളം ഒന്നും കിട്ടൂല. ഈ ഗിയർ ഓയിലും അത്രത്തോളം ഒന്നും കിട്ടൂല. ഞാൻ ഏകദേശം ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോഴേ തൊട്ട് ജസ്റ്റ് തേച്ച് കൊടുക്കും. അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ നമുക്കത് പിശുക്കി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയിനിൽ ലൈഫും കിട്ടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മെനക്കെട്ടിരുന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുള്ള ഒരാളാണ്, നിങ്ങൾക്ക് സൺഡേ നിങ്ങൾക്ക് സമയമില്ലാതെ ചെയിൻ ക്ലീൻ ചെയ്ത് വണ്ടി ക്ലീൻ ചെയ്ത് സമയം കളയാനില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയിൻ ലൂബ് വാങ്ങിച്ചടിച്ചാൽ മതി. ചെയിൻ ലൂബ് ആകുമ്പോൾ ഇത്രത്തോളം നമുക്ക് അഴുക്കടിയില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ബഡ്ജറ്റ് ഇല്ലാത്തവർക്കാർക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ എത്തി മെനക്കെടാൻ കുഴപ്പമില്ല. എന്നാൽ ആഴ്ചയിൽ എനിക്ക് ചെയിൻ ലൂബ് വാങ്ങിച്ച് കളയാൻ പൈസ ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗിയർ ഓയിൽ വാങ്ങിക്കേണ്ട. 1 ലിറ്റർ 200 സംതിങ് രൂപ എന്തോ 300 അതിനിടയ്ക്കകത്തേ ഉള്ളൂ. 1 വർഷത്തിന് മേലെ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ചെയിൻ ക്ലീൻ ചെയ്യാനാണ് നിങ്ങൾ പ്ലാനെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ ചെയിൻ ലൂബിലോട്ട് പോവുക, ഗിയർ ഓയിലോട്ട് പോവുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇത്തിരി ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കിടന്ന് വൃത്തിയാക്കാൻ വയ്യ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയിൻ ലൂബിലോട്ട് പോവുക കേട്ടോ. ആ ഒരു ചെയിൻ്റെ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്ത്, മെയിനായിട്ട് ഓറിങ് വരുന്ന ചെയിൻ ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചെയിനിൻ്റെ ആ റിങ്ങിൻ്റെ ഇടയ്ക്ക്, അതായത് നടുക്ക് വരുന്ന റൗണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ചെറിയൊരു പാർട്ടില്ലേ റൗണ്ട് പോലത്തെ, അവിടെയാണ് സത്യം പറഞ്ഞാൽ ചെയിൻ ലൂബ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റേടത്ത് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. സെൻട്രലിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ 2 സൈഡിലെ ആ റിങ് വരുന്ന ഭാഗത്താണ് ഇത് മെയിനായിട്ട് ലൂബ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സെൻറ്ററിലും ആ ഒരു ഇതിലും അടിക്കുക, സൈഡിൽ അടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ചെയിൻ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൂബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം